രാജ്യസഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ 42ാം ഭേദഗതി ചൊല്ലി രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും കോൺഗ്രസ് എം പി ജയറാം രമേശും തമ്മിൽ വാക്പോര്. രാജവംശങ്ങളെ സഹായിക്കാനും അധികാരത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കാനുമാണ് കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്തതെന്ന് കേന്ദ്രമന്ത്രി ആരോപിച്ചു. ഈ ഭേദഗതികൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനല്ല, അധികാരത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കാനും കുടുംബത്തെ ശക്തിപ്പെടുത്താനും ഈ പ്രക്രിയ ഉപയോഗിച്ചുവെന്ന് നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ മക്കൾക്ക് മിസ എന്ന് പേരിട്ട നേതാക്കളുണ്ടെന്ന് ഇന്ത്യ ബ്ലോക്കിനെ പരിഹസിച്ച് സീതാരാമൻ പറഞ്ഞു. എന്നാൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ആ പാർട്ടികൾക്ക് ഇപ്പോൾ പ്രശ്നമില്ലെന്നും സീതാരാമൻ പറഞ്ഞു. തന്റെ മകൾക്ക് മിസ എന്ന് പേരിട്ടതും കോൺഗ്രസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ ലാലു പ്രസാദ് യാദവിനെയാണ് ധനമന്ത്രി പരാമർശിച്ചത്. അതേസമയം താൻ കള്ളം പറഞ്ഞെന്ന് ആരോപിച്ചതിന് കോൺഗ്രസ് എം പി ജയറാം രമേശിനോട് രേഖാമൂലം മാപ്പ് പറയണമെന്ന് സീതാരാമൻ ആവശ്യപ്പെട്ടു. ഞാൻ ഒരിക്കലും കള്ളം പറയുന്ന വ്യക്തിയല്ല എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് BJP അധ്യക്ഷൻ JP നദ്ദയും ആരോപണമുന്നയിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.